بسم الله الرحمن الرحيم نحمده ونصلي ونسلم على رسوله الكريم أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون صدق الله. സൂറത്തുൽ ഹുജറാത്ത് ഒന്നാമത്തെ ആയത്തുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മര്യാദയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തന്നെയാണ് രണ്ടാമത്തെ ആയത്തിൽ നടക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തർഫഉ അസ്വാതകും, നിങ്ങൾ നിങ്ങളുടെ ശബ്ദങ്ങളെ ഉയർത്തരുത്, ഫൗഖ സൗത്തിൻ നബിയ്യി, ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശബ്ദത്തെക്കാൾ, വലാ തജ്ഹറു ലഹു ബിൽ ഖൗൽ, നിങ്ങൾ ആരും നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉറക്കെ വലിയ ശബ്ദത്തിൽ വിളിക്കുകയും ചെയ്യരുത്. കജഹരി ബാദികും ലിബാദിൻ, നിങ്ങളിൽ ചിലർ മറ്റു ചിലരെ എങ്ങനെ ഉറക്ക ശബ്ദത്തിൽ വിളിക്കുന്നോ ആ ശബ്ദത്തിൽ നിങ്ങൾ നബിതങ്ങളെ വിളിക്കരുത്. അങ്ങനെ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ അൻ തഹ്ബത അഅമാലിക്കും, നാളെ ആഖിറത്തിന്റെ ജീവിതത്തിലേക്ക് വേണ്ടി നിങ്ങൾ സമ്പാദിച്ചു വച്ചിരിക്കുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളും ആ മുഴുവൻ സൽക്കർമ്മങ്ങളും ഇല്ലാതായി പോകും. വഅൻതും ലാ തശ്ഉറൂൻ, അതില്ലാതായി പോകുന്നത് നിങ്ങൾ പോലും അറിയില്ല. ആ ഒരവസ്ഥയിലേക്ക് നിങ്ങളുടെ മുഴുവൻ സൽക്കർമ്മങ്ങളും മാറിപ്പോകും, ഇല്ലാതായി പോകും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ ആയത്ത് അവതരിച്ചതിനെ കുറിച്ച്, ഏത് സാഹചര്യത്തിലാണ് നബിതങ്ങളിലേക്ക് ഈ ആയത്ത് അവതീർണമായത് എന്നതിനെ കുറിച്ച് ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ ഒരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. അതായത് ബനൂ തമീം ഗോത്രത്തിൽ നിന്നും ഒരു സംഘം നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് എത്തി. അവരിൽ ആരെ അമീറാക്കണം, നേതാവാക്കണം എന്ന വിഷയത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അഭിപ്രായം പറഞ്ഞു, ഖഅഖാ ഇബ്നു മഅബദിനെ അമീറാക്കണം. എന്നാൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അഭിപ്രായം പറഞ്ഞു, അഖ്റ ഇബ്നു ഹാബിസിനെ അമീറാക്കണം. അങ്ങനെ ഈ രണ്ട് സ്വഹാബാക്കളുടെയും ഇടയിലുണ്ടായ ചർച്ച, രണ്ടുപേരുടെയും അഭിപ്രായവുമായി ബന്ധപ്പെട്ട് ശബ്ദം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ ഉയർന്നു. നബിതങ്ങളെക്കാൾ ശബ്ദം അവരിൽ രണ്ടുപേരിൽ നിന്നും ഉണ്ടായി. ആ സമയത്ത് അവരെ തിരുത്തിക്കൊണ്ട് ലോകത്തുള്ള മുഴുവൻ വിശ്വാസികൾക്കും പാഠമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിനെ അവതരിപ്പിച്ചു. ഇമാം ബുഖാരി തന്നെ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഈ ആയത്ത് അവതരിച്ചതിന് ശേഷം നബിതങ്ങളുടെ സദസ്സിലെ പ്രധാനിയായിരുന്ന സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു തആല അൻഹുവിനെ സദസ്സിൽ കാണാനില്ല. എപ്രകാരം ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കവിയാണെന്നറിയപ്പെട്ടോ, അതേപോലെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രഭാഷകൻ എന്നറിയപ്പെട്ട സ്വഹാബിയാണ് സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു. ഈ ആയത്ത് ഇറങ്ങിയതിനു ശേഷം മഹാനവറുകൾ സദസ്സിലേക്ക് വന്നിട്ടില്ല. എന്ത് പറ്റിയെന്നറിയാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്വഹാബിയെ വീട്ടിലേക്ക് അയച്ചു. സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മകൾ ഉദ്ധരിക്കുകയാണ്, ഈ ആയത്ത് അവതരിച്ചതിന് ശേഷം വാപ്പ നേരെ വീട്ടിലേക്ക് കടന്നു വന്നു, രണ്ട് കതകുകളും കൊട്ടിയടച്ചു, തല താഴ്ത്തി കരഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദൂതൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വീട്ടിലെത്തിയിട്ട് ചോദിച്ചു,
തഫഖദക റസൂലുള്ളാഹ്, എന്താ നബിതങ്ങളുടെ സദസ്സിൽ കാണുന്നില്ലല്ലോ? നബിതങ്ങൾ അവിടെ അന്വേഷിക്കുകയാണ്, എന്തു പറ്റി വരാത്തത് എന്താ? വിതുമ്പുന്ന ചുണ്ടുകളോടെ വലിയ പ്രയാസത്തോടുകൂടി സാബിത്ത് റളിയല്ലാഹു തആല അൻഹു മറുപടി പറഞ്ഞു, ഉൻസിൽതു ഹാദിഹിൽ ആയ, എൻ്റെ വിഷയത്തിലാണ് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടത്, എൻ്റെ വിഷയത്തിലാണ് ഈ ആയത്ത് അവതരിച്ചിരിക്കുന്നത്. ഞാൻ നബിതങ്ങളുടെ സന്നിധിയിൽ പലപ്പോഴും ശബ്ദമുയർത്തി പ്രസംഗിക്കുകയും മറ്റുമൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ എല്ലാ അമലുകളും നശിച്ചുപോയി. ഞാൻ നരകത്തിൻ്റെ അനന്തരാവകാശിയായി നരകത്തിൻ്റെ ആൾക്കാരിൽ പെട്ടുപോയി എന്ന് വളരെ വിഷമത്തോടു കൂടി സാബിത്ത് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദൂതൻ നബിതങ്ങളുടെ സന്നിധിയിൽ എത്തിയിട്ട് സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അവസ്ഥ പറഞ്ഞു കൊടുത്തു. വീട്ടിൽ കരയുകയാണ്, തല കുനിച്ചിരിക്കുകയാണ്, ആരോട് സംസാരിക്കുന്നില്ല. നബിതങ്ങൾ ആശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു, സാബിത്ത് ലൈസ മിൻ അഹ്ലി നാർ, സാബിത്ത് നരകാവകാശി ഒന്നുമല്ല, ബൽ ഹുവ മിൻ അഹ്ലിൽ ജന്ന, മറിച്ച് സാബിത്ത് അള്ളാഹുവിൻ്റെ സ്വർഗത്തിൻ്റെ അവകാശിയാണ്, അള്ളാഹുവിൻ്റെ സ്വർഗത്തിൻ്റെ അവകാശിയാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, റസൂലുള്ളാഹിയുടെ ഈ വാഗ്ദാനത്തിന് ശേഷം സാബിത്ത് ബിൻ ഖൈസ് ഞങ്ങളുടെ മുന്നിലൂടെ നടക്കുന്നു. വനഹ്നു നഅലം അന്നഹു മിൻ അഹ്ലിൽ ജന്ന, സാബിത്ത് അള്ളാഹുവിൻ്റെ സ്വർഗത്തിന് ഉടമസ്ഥനാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ എങ്ങനെയാണ് ആ ഒരു വലിയ സൗഭാഗ്യത്തിലേക്ക് സാബിത്ത് എത്തുന്നത് എന്നറിയാൻ ഞങ്ങൾ പ്രതീക്ഷിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ യമാമ യുദ്ധം കടന്നു വന്നു. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാക്ക് അതേ നിലയിൽ അവിടെ നടന്നു. സാബിത്ത് റളിയല്ലാഹു അൻഹു ആ യുദ്ധത്തിൽ കൊല ചെയ്യപ്പെട്ടു. അള്ളാഹുവിൻ്റെ സ്വർഗത്തിന് അർഹനായി മാറുകയും ചെയ്തു. ഈ ഹദീസിൻ്റെ ബാക്കി ഭാഗത്തിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ശബ്ദമുയർത്തരുത് എന്ന ആയത്തിൻ്റെ അവതരണത്തിന് ശേഷം ഉമർ റളിയല്ലാഹു തആല അൻഹു നബിതങ്ങളോട് എപ്പോൾ സംസാരിച്ചാലും രണ്ടാമതൊരു പ്രാവശ്യം ഉമറിനോട് ചോദിക്കേണ്ടി വരുമായിരുന്നു. എന്താ ഉമറെ എന്താ ഉമർ പറഞ്ഞത്, എന്താ ഉമർ എന്നോട് ഇപ്പം സംസാരിച്ചത്? രണ്ടുപേര് രഹസ്യം പറയുമ്പോൾ ഒരാൾ എങ്ങനെ സംസാരിക്കുമോ അതുപോലെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിൻ്റെ റസൂലിനോട് സംസാരിക്കുമായിരുന്നു. ആ നിലയിൽ ഖുർആനിക അധ്യാപനങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നതിൽ, അതിനെ അനുസരിക്കുന്നതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആദരവ് കാണിക്കുന്നതിൽ സ്വഹാബാക്കൾ ശ്രദ്ധിച്ചിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു നല്ല അവസ്ഥ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട് പറയപ്പെടുന്ന മുഴുവൻ നിയമങ്ങളും മുഴുവൻ ആദരവിൻ്റെ പാഠങ്ങളും നബിതങ്ങളുടെ വഫാത്തിന് ശേഷവും നിലനിൽക്കുന്നുണ്ട്. ഖാദി ഇബ്നുൽ അറബി റഹിമഹുല്ല പറയുന്നതായി തഫ്സീറുൽ ഖുർത്തുബിയിൽ കാണാം, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ, നബിതങ്ങൾ പറഞ്ഞ വാക്കുകൾ നബിതങ്ങളുടെ വഫാത്തിന് ശേഷം കേൾക്കുമ്പോഴും നബിതങ്ങളുടെ സദസ്സിലിരുന്ന് കേട്ടതുപോലെ നിങ്ങൾ അതിനെ ശ്രദ്ധിക്കൽ ഓരോ വിശ്വാസിക്ക് നിർബന്ധമാണ്, ഓരോ വിശ്വാസിയുടെ മേൽ ബാധകമാണ്. മദീനയിലെ സദസ്സിലിരുന്ന്, മക്കയിലെ സദസ്സിലിരുന്ന് അള്ളാഹുവിൻ്റെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ എങ്ങനെ സഹാബത്ത് കേട്ടിരുന്നോ, ആ സന്ദർഭത്തിൽ എങ്ങനെ ആ വാക്കുകളോട് ബഹുമാനം കാണിച്ചിരുന്നോ, അതേപോലെ മരണത്തിന് ശേഷവും നബിതങ്ങളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അതേ നിലയിലുള്ള ആദരവ് പുലർത്തണം, അതിനെ ശ്രദ്ധിക്കണം, അതിനോട് ഒരു നിലയിലുള്ള അവഗണന കാണിക്കാതെ അതിലോട് പെരുമാറണം. അത് 1000 പ്രാവശ്യം കേട്ട ഹദീസുകളാണെങ്കിലും 1000 പ്രാവശ്യം കേട്ട വാക്കുകളാണെങ്കിലും ശരി. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിതങ്ങളെ സ്നേഹിക്കാനും നബിതങ്ങളോടുള്ള മുഴുവൻ കടമകളും പൂർത്തിയാക്കുവാനും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അവ്വലൻ വ ആഖിറ വ ആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.